നമസ്തേ. സുറിയാനി പാരമ്പര്യത്തിലെ ഒരു പ്രാർത്ഥനാവരി നോക്കുക. ഹസ്കിയേൽ കണ്ട രഥത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളവളായി തീർന്ന ദൈവമാതാവായ മറിയാമിന്റെ പുകഴ്ചകളെ വർണ്ണിക്കുവാൻ കഴിവുള്ള ബോധമോ നാവോ ഏതാകുന്നു? മാലാഹമാരാൽ വന്ദിക്കപ്പെടുന്നവനെ ശരീരത്തോടുകൂടി അവൾ വഹിച്ചു. എസെക്കിയേൽ പ്രവചനത്തിന്റെ 1-ാം അധ്യായത്തിൽ പ്രവാചകന്റെ ദർശനത്തെ പുരസ്കരിച്ചാണ് ഈ പ്രാർത്ഥനാവരികളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ജൂതമതത്തിൽ ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രബലമായിരുന്ന മെർക്കാവ മിസ്റ്റിസിസം അഥവാ രഥയോഗാത്മകതയുമായി ബന്ധപ്പെടുത്തി ഇതിനൊരു വ്യാഖ്യാന തലമുണ്ട്. 7 സ്വർഗങ്ങളെയും 7-ാം സ്വർഗത്തിലെ 7 കൊട്ടാരങ്ങളെയും അതിലധിവാസം ചെയ്യുന്നവനെയും അവന്റെ പരിസേവകരായ മാലാഹവൃന്ദത്തെയുമൊക്കെ ഈ എഴുത്തുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വ്യക്തികളുടെ ദാർശനികമായൊരു ആരോഹണത്തിന്റെ സാധ്യതയെയും ഹെക്ലത്ത് ലിറ്ററേച്ചർ എന്ന ഈ സാഹിത്യരൂപം അനാവരണം ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടാണ് ഈ ദർശനത്തെ വിശദീകരിക്കുക. മനുഷ്യ സാദൃശ്യമുള്ള 4 ജീവികളുടെ മുഖരൂപമൊക്കെ വർണ്ണിക്കുന്നതിനെ സുവിശേഷകരുമായി ചേർത്ത് വ്യാഖ്യാനിക്കാറുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിന്റെ ഭാഷ്യത്തിൽ മനുഷ്യമുഖം, സിംഹമുഖം, കാളമുഖം, കഴുകൻ മുഖം എന്നീ 4 മുഖരൂപങ്ങൾക്കും ഗ്രിഗറി ദ ഗ്രേറ്റ് നൽകുന്ന പാഠം നോക്കുക. He comments that the man is Matthew because he begins the gospel with Christ's genealogy. The lion is Mark because of the crying in the wilderness. The ox is Luke because he started with a sacrifice. The eagle is John who stretched towards the very substance of divinity. സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുന്നത് ആത്യന്തികമായി ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിന്റെ തന്നെ പ്രതിരൂപമായിട്ടും ഗ്രിഗറി ദ ഗ്രേറ്റ് ഈ ദർശനത്തെ സൂചിപ്പിക്കുന്നു. He sees in them types of Christ, who became a man in the incarnation, an ox on the cross, a lion in the resurrection, and eagle in the ascension. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോരുവരുടെയും ആരോഹണ പാതയാണ് ഈ ത്യാഗബദ്ധമായ ജീവനഗതിയെന്ന് ഓർമ്മപ്പെടുത്തലും ഇവിടെയുണ്ട്. മാലാഹമാരുടെ നാഥൻ വസിച്ച ജഡീക രഥമേ എന്ന് മറിയമിനെ വിളിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ചിരിക്കുന്ന നാം ഓരോരുവനുമുള്ള ഒരു വിളി കൂടിയാണത് എന്ന് മറക്കേണ്ട. ശരിക്കും മനുഷ്യജീവിതത്തെ രഥയാത്രയുമായി ബന്ധപ്പെടുത്തുന്ന ഗീതാവ്യാഖ്യാനം എത്ര സുന്ദരമാണ്. മനുഷ്യ ശരീരം രഥം, ആത്മാവ് രഥയാത്രികൻ, ബുദ്ധിയാണ് തേരാളി, മനസ്സ് കടിഞ്ഞാൺ, ഇന്ദ്രിയങ്ങൾ കുതിരകൾ. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ബുദ്ധിയാകുന്ന സാരഥി, മനസ്സാകുന്ന കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കുന്ന ആത്മാവിന്റെ പ്രയാണമാണത്രേ മനുഷ്യജീവിതം. The 5 senses should be controlled by intelligence with the help of a disciplined mind. കാര്യം ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും എസൻഷ്യൽ യൂണിറ്റിയെ സംബന്ധിച്ചൊക്കെ ആശയപരമായ നേരിയ വിയോജിപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൗരസ്ത്യരുടെ പൊതുവായ ചില താൽപര്യങ്ങൾ ഇവിടെയെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ആത്മസംയമത്തിന്റെ കടിഞ്ഞാൻ കൊണ്ടുള്ള സമർപ്പിത ജീവിതത്താൽ ദൈവപുത്രനെ വഹിച്ച ജഡീക രഥമേ, അമ്മേ മറിയമേ, നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ആദരവോടെ സഖേർ.